ഹലോ ഡിയേഴ്സ്, ടോപ്പ് റിയൽ മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. സമൃദ്ധമായതും ആരോഗ്യമുള്ളതുമായ മുടിയിഴകൾ ഏതൊരു വ്യക്തിയുടെയും സ്വപ്നമാണ്. എന്നാൽ ജീവിത സാഹചര്യങ്ങൾ, മാനസിക സമ്മർദ്ദം, ക്ലോറിൻ അടങ്ങിയ വെള്ളം, അങ്ങനെ പലവിധ കാരണങ്ങൾ കൊണ്ട് മുടിയുടെ സ്വാഭാവിക ഭംഗിയും വളർച്ചയും തടസ്സപ്പെടുന്നു. മാത്രമല്ല, ഇത്തരം സാഹചര്യങ്ങൾ അമിതമായി മുടി കൊഴിയുന്ന അവസ്ഥയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ഒരു ദിവസം 50 മുതൽ 100 വരെ മുടിയിഴകൾ ഒരു വ്യക്തിയുടെ തലയിൽ നിന്നും കൊഴിഞ്ഞു പോകുന്നുണ്ടെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. മുടി കൊഴിച്ചിൽ സ്വാഭാവികമാണെങ്കിലും അസാധാരണമായ വിധത്തിൽ മുടി കൊഴിയുന്നുണ്ടെങ്കിൽ ചികിത്സ ലഭ്യമാക്കേണ്ടത് അനിവാര്യമാണ്. എന്നാൽ മുടി സമൃദ്ധമായി വളരുന്നതിനായി സമയം ചെലവഴിക്കാൻ തയ്യാറാണെങ്കിൽ കൊഴിച്ചിലിന് തടയിട്ടുകൊണ്ട് മുടി വളരാൻ സഹായിക്കുന്ന അധിക ചെലവില്ലാത്ത മാർഗങ്ങൾ നിരവധിയാണ്. 1. മസാജ് ചെയ്യുക. ഹെയർ ഓയിലുകളും മാസ്കുകളും ഉപയോഗിച്ച് തലയോട്ടിയിൽ മസാജ് ചെയ്യുന്നത് തലയോട്ടിയെ ഉത്തേജിപ്പിക്കുകയും മുടിയുടെ വളർച്ച മെച്ചപ്പെടുത്തുകയും ചെയ്യും. മസാജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കൈകൾ കൊണ്ടല്ല, വിരൽ തുമ്പുകൊണ്ട് വേണം മസാജ് ചെയ്യാൻ. അമിതമായി മർദ്ദം ഉപയോഗിച്ച് മസാജ് ചെയ്യരുത്. ഒരു ദിവസം 4 മിനിറ്റ് നേരം ഇത്തരത്തിൽ മസാജ് ചെയ്യാനായി ചിലവഴിച്ചാൽ മികച്ച റിസൾട്ട് ലഭിക്കുന്നതാണ്. 2. കറ്റാർവാഴ. ഒട്ടുമിക്ക വീടുകളിലും കണ്ടുവരുന്ന ഒരു സസ്യമാണ് കറ്റാർവാഴ. കറ്റാർവാഴ നെടുകെ പിളർന്നെടുക്കുന്ന കറ്റാർവാഴ ജെല്ല് മുടിയുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഒന്നാണ്. ശുദ്ധമായ കറ്റാർവാഴ ജെല്ല് ആഴ്ചയിൽ 1-2 തവണ തേക്കുന്നത് മുടിക്ക് കരുത്തും ഭംഗിയും നൽകുന്നു. അടുത്തത് വെളിച്ചെണ്ണ. വെളിച്ചെണ്ണയിൽ ലോറിക് ആസിഡ് എന്ന് വിളിക്കപ്പെടുന്ന ഫാറ്റി ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട്. ഇത് മുടിയുടെ ഉള്ളിലോട്ട് കടന്നു ചെന്ന് പ്രോട്ടീൻ നഷ്ടം കുറയ്ക്കുന്നു. മാത്രമല്ല, തലയോട്ടിയിൽ പുരട്ടുന്ന വെളിച്ചെണ്ണ തലയോട്ടിയിലെ മൈക്രോബയോമിനെ സമ്പുഷ്ടമാക്കുകയും തലയോട്ടിയെയും അനുബന്ധ രോമകൂപങ്ങളെയും ആരോഗ്യകരമാക്കുകയും ചെയ്യുന്നു. കുളിക്കും മുൻപോ ശേഷമോ വെളിച്ചെണ്ണ പുരട്ടാവുന്നതാണ്. വരണ്ട മുടിയുള്ളവർക്ക് വെളിച്ചെണ്ണ ഏറെ ഗുണം ചെയ്യും. അടുത്തത് വിവിസ്കൽ അടങ്ങിയ ഭക്ഷണം. മുടിയുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രകൃതിദത്തമായ വളർച്ചാ സപ്ലിമെൻറ്റ്സ് ആണ് വിവിസ്കൽ. ധാതു സമ്പന്നമായ ഭക്ഷണത്തിൽ വിവിസ്കൽ അടങ്ങിയിരിക്കുന്നു. ഓർഗാനിക് സിലിക്ക, വിറ്റമിൻ സി, ബയോട്ടിക്, സിങ്ക് എന്നിവയെല്ലാം മുടിയിലെ കോശങ്ങളെ പുനർജീവിപ്പിക്കാനും നിലവിലുള്ള കോശങ്ങളെ ശക്തിപ്പെടുത്താനും സഹായിക്കുന്നു. കുറഞ്ഞത് 6 മാസത്തേക്കെങ്കിലും തുടർച്ചയായി ഈ ഡയറ്റ് പിന്തുടരണം. അടുത്തത് മത്സ്യ എണ്ണ. ഫിഷ് ഓയിൽ സപ്ലിമെൻറ്റുകളിൽ പ്രോട്ടീനുകളും ഒമേഗ ഫാറ്റി ആസിഡുകളും പോലുള്ള ഭക്ഷണങ്ങൾ നിറഞ്ഞിരിക്കുന്നു. ആൻറ്റി ഓക്സിഡൻസുകളോടൊപ്പം ഇത്തരത്തിലുള്ള ഒമേഗ സപ്ലിമെൻറ്റ്സ് കഴിക്കുന്നത് മുടിയുടെ സാന്ദ്രത, കനം, മുടികൊഴിച്ചിൽ എന്നിവ മെച്ചപ്പെടുത്താൻ സഹായമാണ്. അടുത്തത് ഉള്ളിനീര്. ഉള്ളിയുടെ നീര് മുടിയുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു. എന്നാൽ ഇതിൻ്റെ ഗന്ധം പലർക്കും സഹിക്കാനാവാത്തതാണ്. പക്ഷേ ഔഷധഗുണമുള്ള ഉള്ളിനീര് മുടികൊഴിച്ചിൽ തടയുകയും മുടിയുടെ വളർച്ചാ നിരക്ക് കൂട്ടുകയും ചെയ്യുന്നു. ഉള്ളിയുടെ നീര് തലയോട്ടിയിലും മുടിയിലും പുരട്ടി കുറഞ്ഞത് 15 മിനിറ്റെങ്കിലും വയ്ക്കുക. തുടർന്ന് ഷാംപൂ ഉപയോഗിച്ച് കഴുകിക്കളയുക. അടുത്തത് റോസ്മേരി ഓയിൽ. പുതിയ മുടി വളർച്ചയെ ഉത്തേജിപ്പിക്കാനും മുടി കൊഴിച്ചിൽ തടയാനും റോസ്മേരി ഓയിൽ സഹായിക്കും. അർഗൻ ഓയിൽ അല്ലെങ്കിൽ ജോജോബ ഓയിലിൻ്റെ റോസ്മേരി ഓയിൽ കലർത്തി തലയോട്ടിയിൽ തേച്ച് പിടിപ്പിക്കുക. ശേഷം നന്നായി മസാജ് ചെയ്ത് കഴുകിക്കളയുക. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇത് ചെയ്യുന്നത് മുടിയുടെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.